മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആട്ടോ. ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു 8 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പുഴുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ട ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ യെല്ലോ പോർഷൻ മാറ്റാം. ഇനി അഥവാ യെല്ലോ പോർഷൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ മുട്ട മുഴുവനായിട്ട് എടുത്ത് ഒരു ഗ്രേറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറുതായിട്ട് പൊടിഞ്ഞ് കിട്ടും നമ്മൾക്ക്. ഇപ്പോൾ ഞാനിത് വെള്ളം മാത്രം എടുത്തിട്ട് പൊടിച്ചെടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞയും കൂടെ കഴിക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം കംപ്ലീറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റാണ് കേട്ടോ. അപ്പോൾ ബൗളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുപോലെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ കുറച്ച് വെളുത്തുള്ളി ഒരു 4-5 അല്ലി ഉണ്ടാവും ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടാം. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടി. അപ്പോൾ ഇത്രയും മാത്രമേ ചേർക്കുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കടലപ്പൊടിയാണ്. ഒരു 1/4 കപ്പ് കടലപ്പൊടി മാത്രം ചേർക്കുള്ളൂ. പിന്നെ ഇത് കുഴക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമല്ല കേട്ടോ ഒഴിക്കുന്നത്. ഒരു മുട്ട തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിട്ടാണ് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളുടെ ഈ മാവ് അത്യാവശ്യം കട്ടിയിൽ തന്നെയാട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മുട്ടയുടെ ആ നനവ് തന്നെ മതിയാവും. അപ്പോൾ അത്യാവശ്യം ഞാൻ കട്ടിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാകത്തിനായിരിക്കണം നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ. ഒരുപാട് നേരം വെക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടേക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. അപ്പോൾ മുട്ട നമുക്ക് കുറേശ്ശെ ഇതുപോലെ ബോൾസ് ആക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബോൾസ് തന്നെ വേണമെന്നില്ല. നമ്മളുടെ കയ്യിൽ എന്താണോ ഷേപ്പ് കിട്ടുന്നത് ആ ഒരു ഷേപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാനിടുന്ന സമയത്ത് ഒരു ജസ്റ്റ് ഒന്ന് കെയർ ചെയ്തേക്കാം കേട്ടോ. കാരണം നമ്മൾ മുട്ടയുടെ വെള്ളം എപ്പോഴും പൊരിക്കാനിടുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കെയർ ചെയ്തേക്കണേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കനും കൂടി ഇനേബിൾ ചെയ്തേക്കുക. ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്നെ പ്രസ് ചെയ്യണോട്ടെ. എന്നാലാണ് പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി അഥവാ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇതൊക്കെ നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെയൊക്കെ ഒന്ന് കോരിയെടുക്കാം കേട്ടോ. 2 സൈഡും മറിച്ചിട്ട് എല്ലാം ഈക്വലായിട്ട് ഒരു ബ്രൗൺ കളറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിതിനെ എടുക്കാം. അപ്പോൾ എല്ലാം കുക്കായിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഫുള്ള് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്യാനിടാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ റെസിപ്പി? സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് ഇനിയും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.